ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളും പരിപാടികളൊക്കെയാണ് കേട്ടോ. സമയം രാവിലെ 5 മണി, 4:30 അലാം വെച്ചതാണ്. പക്ഷേ എണീറ്റ് വന്നപ്പോൾ 5 മണിയായി. ഇന്ന് PSC ക്ലാസ് ഉണ്ട്, എല്ലാ ഞായറാഴ്ചയുണ്ട് ഉച്ചവരെ. പിന്നെ എക്സാമും ഉണ്ട് കേട്ടോ, എല്ലാ ഞായറാഴ്ചയോടെ എക്സാമും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ടോപ്പിക്സും ഈ ആഴ്ചയിലെ ടോപ്പിക്സും എല്ലാം കൂടി ചേർത്ത് ഇന്ന് എക്സാമാണ്. ഞാൻ പൊതുവെ അങ്ങനെ രാവിലെ എണീറ്റ് പഠിക്കാറില്ല. തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രമേ എണീക്കാറുള്ളൂ. രാത്രി എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ ഇന്നലെ തീരെ പറ്റുണ്ടായിരുന്നില്ല, നല്ല ക്ഷീണം. അപ്പോൾ രാവിലെ എണീറ്റിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 7 മണി 7:30 വരെയൊക്കെ ഇരുന്ന് പഠിച്ചു കേട്ടോ. അറിയുന്നതൊക്കെയാണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് നേരം അമ്മേനെ ഹെൽപ്പാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ ഉപ്പുമാവും കടലക്കറിയാണ്, വെള്ളക്കടല. അപ്പോൾ ഉപ്പുമാവിനുള്ളതെല്ലാം ഞാൻ അരിഞ്ഞു കൊടുത്തു. അമ്മയ്ക്കിങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയാൻ അമ്മയ്ക്ക് അത്ര ഇതില്ല, പരിചയമില്ല. അപ്പോൾ ഞാനതെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ അരിയും കേട്ടോ, പക്ഷെ കട്ടിംഗ് ബോർഡ് അമ്മ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാനതൊക്കെ അരിയണ സമയമാകുമ്പോഴേക്കും അമ്മ കടലക്കറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എത്ര പോകണം കഴിക്കാൻ? പിന്നെ തലേ ദിവസത്തെ ചാരമൊക്കെ ഉണ്ടായിരുന്നു അടുപ്പിൽ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി ചോറിന് വെള്ളം വെച്ചു. അമ്മ ഉപ്പുമാവ് റെഡിയാക്കണു. എനിക്കിത് അച്ഛനാട്ടാ പറഞ്ഞത്. രാവിലെ എണീറ്റ് വന്ന് അടുക്കളയിൽ ആദ്യം ചെയ്യേണ്ടത് തലേദിവസത്തെ ചാരമൊക്കെ എടുത്ത് മാറ്റി അവിടെയൊക്കെ വൃത്തിയാക്കണം. അങ്ങനെ അടുക്കളയിലെ കുറേ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അച്ഛനും അച്ചാച്ചനും ഒക്കെയാണ് കേട്ടോ പറഞ്ഞു തന്നു. അച്ഛൻ്റെ അച്ഛൻ. ഇതേ നമ്മുടെ കുടൂലെ ശത്രുവാണ് കേട്ടോ വാലൻ പൂച്ച. എപ്പോഴോ വന്ന് കിടന്നാണ്. അവന് തീരെ വയ്യാന്ന് പറഞ്ഞാൽ നടക്കാനും വയ്യ, നിൽക്കാനും വയ്യ, കട്ടിലേ കയറാനും വയ്യ. ഇതിപ്പം കട്ടിലിങ്ങനെ പിടിച്ച് നിൽക്കുമായിരുന്നു, കയറാൻ പറ്റാണ്ട് കുറേ നേരം നിൽക്കുന്നു. അപ്പം അമ്മ കണ്ടപ്പോൾ പിന്നെ പിടിച്ച് കയറ്റിയതാണ്. അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട്, പനി തന്നെയാണോ, ഇനി ആരെങ്കിലും അടിച്ചോ അതോ പട്ടി പിടിച്ചോ വല്ല ഏറ് കിട്ടിയോ എന്നൊക്കെ. അങ്ങനെ കട്ടിലേ പോലും കയറാൻ പറ്റാത്ത അവസ്ഥ. ഇന്നലെ വരെ അവനെ വിരട്ടിക്കൊണ്ടിരുന്ന ആളാ. ഇപ്പോൾ ഒന്നിനും വയ്യ, നല്ല അവശതയായി. എന്ത് പറ്റിയതാണോ ആവോ. ചെറിയ ചൂടൊക്കെ ഉള്ളൂ, അത്ര വലിയ പനിയില്ല. എന്താണെന്നറിഞ്ഞൂടാ. പിന്നെ ഇതാ ഫുഡ് കഴിക്കണവരെ കുറച്ചേരം കൂടി ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. ക്ലാസ് 9:45 ഒരു 9:15 9 മണി കഴിയുമ്പോൾ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. ഭയങ്കര പഠിത്തം. സംഭവം 2 ആഴ്ചയിലെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ തലേദിവസം ഇരുന്ന് പഠിക്കുന്നത്. തലേദിവസമല്ല, പോണമെന്നൊക്കെ ഇരുന്ന് പഠിക്കുന്നത്. ഇതാ ഫുഡൊക്കെ കഴിച്ചു, വേഗം കഴിച്ചു. സമയം ഏതാണ്ട് ലേറ്റായി തുടങ്ങിയിട്ടാ. അങ്ങനെ ഇതാ റെഡി ആവുകയാണ്. ധൃതി പിടിച്ചെല്ലാം റെഡിയായി. കുട എടുക്കണമായിരുന്നു, തിരിച്ചു വരുമ്പോൾ നല്ല വെയിലായിരിക്കും. പങ്ക്ച്വാലിറ്റി എനിക്ക് അത്ര തീരെ ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഈ ലാസ്റ്റ് മൊമെൻറ്റിൻ്റെ ആളാണ് ഞാൻ. എൻ്റെ അനിയൻ നേരെ തിരിച്ചാണ്. അനിയൻ വേണമെങ്കിൽ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും ക്ലാസ്സിൽ. 9:45 ക്ലാസ്സിന് ചിലപ്പോൾ 8:45 എത്തും.
ഞാൻ നേരെ തിരിച്ച. അങ്ങനെ ഓടിപ്പടഞ്ഞ് പോയി. പട്ടിക്കുട്ടന്മാർ രാവിലെ വന്ന് കിടക്കുകയാണ്. ഉച്ചയ്ക്ക് ശകലം ചോറും ഇച്ചിരി മീനും കിട്ടും. 2:30 ആ സമയത്തൊക്കെ അവർ വരുന്നത്. അതിനാണ് രാവിലെ വന്ന് ഇവിടെ കിടക്കുന്നു. വീടിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഇതൊന്ന് കിടക്കുന്നു. അങ്ങനെ ക്ലാസ്സിലെത്തി. തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇതെൻ്റെ ഫ്രണ്ട് കേട്ടോ. ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 4-5 ക്ലാസ് ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലെ പരിചയപ്പെട്ടാണ് ഇവിടെ നിമിഷ. അവൾ ചോദിക്കുന്നൊന്നും എനിക്കും കിട്ടുന്നില്ല, ഞാൻ ചോദിക്കുന്നൊന്നും അവൾക്കും കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ആശ്വസിപ്പിച്ചിരുന്നു പഠിച്ചു. സാർ എത്തിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുവരെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിരുന്നു. എക്സാം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, എളുപ്പമായിരുന്നു. ഇനി അടുത്ത ആഴ്ച അന്നും ഉണ്ട് കേട്ടോ എക്സാം. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 1:30 ആവാറായി ക്ലാസ് കഴിഞ്ഞപ്പോൾ. അവളെ മോളെ വിളിച്ചിട്ട് നാളേക്കുള്ള ടോപ്പിക്സൊക്കെ പഠിച്ചു വയ്ക്കാൻ പറയായിരുന്നു കേട്ടോ. അപ്പോൾ മോൾ അവിടെ നിന്ന് ചോദിക്കുക, അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോയെന്ന്. അയ്യോ, ഇത് കുറച്ച് പോസ്റ്റായിരുന്നു കേട്ടോ. കുറച്ചധികം നേരം ബസ് കാത്ത് നിൽക്കേണ്ടി വന്നു. സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല, പെട്ടെന്ന് കിട്ടുന്നതാണ് തൃശ്ശൂർക്ക് ബസ്. നല്ല വെയിലായിരുന്നു. 2 മണി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അമ്മ കാത്തിരിക്കണ്ടായിരുന്നു. എൻ്റെ ലക്കി ബാമ്പ് വീണ് കിടക്കുന്നു. കാറ്റടിച്ച് വീണതാ. പിന്നെ പൂച്ചകളും തട്ടിയിടും കേട്ടോ, റാണിപ്പൂച്ച. അപ്പോൾ ഇതാണ് കേട്ടോ ഉച്ചക്കത്തെ വെജ് പുലാവും ചിക്കൻ കറി. ഞാൻ അവിടുന്ന് കൊതിയായിട്ട് വരുമായിരുന്നു കേട്ടോ പുലാവ് കഴിക്കാൻ. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡടിയും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു ഗ്രീൻ ടീ ഇട്ട് വെച്ചു. കുടിച്ചില്ല, തണുത്തിട്ടേ കുടിക്കാറുള്ളൂ, അപ്പോൾ അതിട്ട് വെച്ചു. പിന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു, നമ്മൾ ശക്തൻ മാർക്കറ്റിൽ പോയ വീഡിയോ. അത് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ടി വിയുടെ മുമ്പിലിരുന്നു. നല്ല ക്ഷീണമായിപ്പോയി ഇന്ന്. പിന്നെ വൈകുന്നേരത്തെ ചായ പരിപാടി നട്ട്സ്, മിക്സഡ് നട്ട്സ് ആയിരുന്നു അമ്മയ്ക്ക്. കുറച്ച് എനിക്കും തന്നു അമ്മ. ചായയും കാപ്പി അങ്ങനെ കുടിക്കാറില്ല കേട്ടോ, വല്ലപ്പോഴേ ഉള്ളൂ, കുടിക്കാൻ തോന്നുമ്പോൾ മാത്രം. പിന്നെ വൈകിട്ടത്തെ മുറ്റോടി ചെടി നനയൊക്കെ ആയിരുന്നു. ചെടി റീപോർട്ടിങ് ഇതുവരെ നടന്നിട്ടില്ല, ഓരോ തിരക്ക്. ഞാൻ ഇപ്പം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് മേടിപ്പിച്ചതാണ് രമേശിനെ കൊണ്ട്. ചകിരിച്ചോറൊക്കെ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് മേടിപ്പിച്ചതാണ്. സംഭവം ഇതുവരെ റീസെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ മിറ്റം അടിക്കുമ്പോൾ മുതൽ എൻ്റെ പിന്നാലെ കിടന്ന് നടക്കുകയാണ് റാണി. അതിന് വയ്യാൻ തോന്നും. പനി ഇങ്ങനെ കൂടുമ്പോൾ എന്തോ അതിന് അസ്വസ്ഥത തോന്നുമ്പോഴാണ് ഇങ്ങനെ എടുക്കാൻ പറയും. അപ്പോൾ കുറച്ച് നേരം അവളുടെ അടുത്ത് നടന്നു. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് അമ്മ ഓർത്തത് നാളേക്ക് പിറ്റേ ദിവസത്തേക്ക് മുരിങ്ങയില വേണമെന്ന്. അപ്പോൾ പിന്നെ അമ്മയുടെ കൂടെ മുരിങ്ങയില പൊട്ടിക്കാൻ അടുത്തൊരു വീട്ടിൽ പോയി. ആഴ്ചയിൽ ഒരു ദിവസം മുരിങ്ങയില കഴിക്കും കേട്ടോ. അപ്പോൾ ആ പരിസരത്തെ മുരിങ്ങയിലെല്ലാം തീർന്നു. ഞങ്ങളിങ്ങനെ എല്ലാ ആഴ്ചയും പൊട്ടിച്ച് അങ്ങനെ മുരിങ്ങയിലൊക്കെ പൊട്ടിച്ച് പിന്നെ വന്നതാ കുളിച്ച് ഫ്രഷായി. വൈകുന്നേരം ഗോതമ്പ് ദോശ ഉണ്ടാക്കി. ചപ്പാത്തി ആയിരുന്നു, മേത്തി ചപ്പാത്തി ആയിരുന്നു രാത്രി. അപ്പോൾ ചപ്പാത്തി കഴിച്ച് മടുത്ത്. അപ്പോൾ അത് ദോശയാക്കി. അപ്പോൾ 2 എണ്ണം കഴിക്കാനുള്ള വയറെനിക്കില്ല, 1 മതിയെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞത് അവിടെ വെച്ചോ. സാധാരണ ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചാലും വീണ്ടും ഞാൻ ചോദിക്കട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞത് അവിടെ വെച്ചോ, വിശന്നാലോ എന്ന് പറഞ്ഞു. അപ്പം വേണ്ട, 1 മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് കഴുകിയിട്ട തുണിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മടക്കി വെച്ചു.
പിന്നെ ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ MSc ബാച്ചിലെ ഫ്രണ്ട്, ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ വല്ലപ്പോഴും എല്ലാവരും ഒന്ന് ചാറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ മിക്കവാറും ചോദിക്കും, രജിത അവൾ പഴയ ഫോട്ടോസൊക്കെ ഉണ്ടോ എന്ന് അയച്ചു തരാൻ പറയാം. അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നതൊക്കെ പോയി. അപ്പോൾ ആരുടെയും കയ്യിൽ പഴയ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു തരാൻ പറയും. അപ്പം ഞാൻ മെസ്സേജ് കാണും, പക്ഷേ ആ മെസ്സേജ് മാത്രം ഞാൻ മൈൻഡ് ചെയ്യാറില്ല. സംഭവം മടി, ലാപ്പൊക്കെ എടുത്ത് പിന്നെ കോപ്പിയൊക്കെ ചെയ്ത് കൊടുക്കാനുള്ള മടിക്ക് ഞാൻ ആ മെസ്സേജ് അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റി. ഞാനിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ പറഞ്ഞു, സംഭവം ഞാൻ ലാപ്പ് ഓൺ ചെയ്തു, പഴയ മെമ്മറീസും അങ്ങനെ എന്തൊക്കെ ആയിട്ട് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് ഫോട്ടോസൊക്കെ നോക്കി. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്നലെ ലാപ്പ് എടുത്ത് പഴയ ഫോട്ടോസൊക്കെ നോക്കി, ഓർമ്മകളൊക്കെ അയവർക്കായിരുന്നു പറഞ്ഞപ്പം അയച്ചു താടി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവൾക്കതൊക്കെ അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വേറെ പരിപാടിക്കൊന്നുമില്ല, അതിൽ നിന്ന് തന്നെ ഫോട്ടോ എടുത്ത് അയക്കുകയാണ് ചെയ്തത്. കോപ്പി ചെയ്യാനൊന്നുമില്ല. സംഭവം ലാപ്പ് കംപ്ലൈൻ്റ് ആണ്. അതിൻ്റെ മൗസ് പോയിൻറ്റും പവർ ബട്ടണും മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. വേറെ ഒരു കീ അതിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഒരുപാട് പണിക്ക് അതുമ്പോൾ നിൽക്കാൻ പറ്റത്തില്ല. ഈ ലാപ്പ് കംപ്ലൈൻ്റ് ആയപ്പോൾ അനിയൻ്റെ ലാപ്പ് കൊണ്ടുവന്നു, അതും ഞാൻ കംപ്ലൈൻ്റ് ആക്കി. എന്നിട്ട് ഞാൻ കംപ്ലൈൻ്റ് ആക്കി ഞാൻ തിരിച്ചു കൊണ്ടു കൊടുത്തു ബാംഗ്ലൂർ പോയപ്പോൾ. അങ്ങനെ ഫോട്ടോസൊക്കെ സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പഴയ ഫോട്ടോസൊക്കെ കുറേ നേരം നോക്കി, സമയം പോയത് അറിഞ്ഞില്ല. ഇത് ഞങ്ങൾ ടീച്ചറിൻ്റെ ഒരു ഹൗസ് വാമിങ്ങിന് പോയതാണ്. പിന്നെ അവിടുത്തെ ബാത്റൂമിലൊക്കെ കയറി നിന്നാണ് പോയത്. അവിടുത്തെ ബാത്റൂമാണ് കേട്ടോ ടീച്ചറിൻ്റെ വീട്ടിൽ. ഇത് ഞങ്ങളുടെ ക്യാമ്പസാണ്, കാര്യവട്ടം ക്യാമ്പസ്. അവിടുത്തെ ഫ്രണ്ടിലെ ഗാർഡനാണ്. ഇതൊക്കെ കോഴ്സിൻ്റെ ലാസ്റ്റ് സമയത്ത് എന്തോ എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. ഫോട്ടോസ് നോക്കിയിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ക്ലാസ് ഉണ്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ്. അപ്പോൾ അതെല്ലാം എടുത്ത് പൂട്ടിക്കെട്ടി വെച്ചു. റാണിക്കുട്ടി ഹാജരായി, ഉറക്കമായി റാണി. ലാപ്പ് എന്താ ബാഗിലെടുത്ത് വയ്ക്കുന്നറിയോ? ഈ പൂച്ചകളുള്ള കാരണമാണ് കേട്ടോ. അത് ലാപ്പൊക്കെ ബാഗിലെടുത്ത് കഴിഞ്ഞ് ടേബിളുമ്പോൾ തന്നെ വെക്കണമെന്ന് ഉണ്ട്. പക്ഷേ അവരിങ്ങനെ എപ്പോഴും ചാടി കയറുന്നതുകൊണ്ട് അതാണ് ഏറ്റവും മടി, ലാപ്പ് എടുക്കാൻ. ബാഗിനകത്ത് തന്നെ ഇങ്ങനെ വെച്ചേക്കണം. പിന്നെ ഇതാ പഠിക്കായിരുന്നു. അപ്പോൾ മൊബൈൽ എടുക്കണം, ഓൺലൈൻ ക്ലാസ് അല്ലേ, 10 തൊട്ട് 11 വരെയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.